57.21 എന്ന ഏറ്റവും പുതിയ പോളിംഗിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ആകമാനം കൂടുതൽ ഏറ്റവും വലിയ പോളിംഗ് നില ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂരിന് വളരെ ശക്തമായി ലോക്സഭയിൽ എന്തൊക്കെയോ പറയാനുണ്ട് എന്നതാണ് പോളിംഗ് ബൂത്തിലേക്കുള്ള ഈ കണ്ണൂരിന്റെ ഒഴുക്ക് സൂചിപ്പിക്കുന്നത്. അടുത്തത് കാസർഗോഡാണ്, നമ്മുടെ അവസാനത്തെ ജില്ലയാണ്, അവസാനത്തെ മണ്ഡലം കാസർഗോഡ്. 57% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും കേരളത്തിന്റെ പൊതു പോളിംഗ് 57.21%. അടുത്തത് ഏറ്റവും പുതിയ വിവരങ്ങൾ ഓരോ അനുനിമിഷം ഉയരുന്ന വിലയിരുത്തലുകൾ കാര്യങ്ങൾ ഒക്കെയായി 20 മണ്ഡലങ്ങളിലും സജ്ജീകരിച്ചിരിക്കുന്ന സുസജ്ജമായ ഞങ്ങളുടെ പ്രതികളിലേക്ക് പോകാം. ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഷീജ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഷീജ, എങ്ങനെയാണ് പോളിംഗ് നിലയെ സംബന്ധിച്ച് ഇപ്പോൾ? കാരണം നീണ്ട ക്യൂകൾ കാണാനുണ്ടോ? ഏതർത്ഥത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് 60% കടന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോഴും ക്യൂ നിലനിൽക്കുന്നുണ്ടോ? ഒപ്പം ചില പരാതികൾ തെരഞ്ഞെടുപ്പ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത്യാദി വിവരങ്ങൾ അടക്കം സമഗ്രമാക്കുമ്പോൾ ഷീജ, 60% ഏറ്റവും പുതിയ പോളിംഗ് തിരുവനന്തപുരത്ത്. ഷീജ, അജുബ്ഷാദ്, തീർച്ചയായും സംസ്ഥാനത്ത് ഇനി പോളിംഗ് അവസാനിക്കാൻ വേണ്ടി ശേഷിക്കുന്നതാകട്ടെ കേവലം 2.5 മണിക്കൂർ മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും പോളിംഗ് ബൂത്തുകളെല്ലാം കൂടുതൽ സജീവമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാവിലെ നമുക്കറിയാം 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്ന സമയത്ത് വലിയ ക്യൂ തന്നെയായിരുന്നു പല ബൂത്തുകളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉച്ചയോടുകൂടി അടുക്കുന്ന ഒരു മണിയോട് അടുക്കുന്ന സമയത്ത് ചില പോളിംഗ് ബൂത്തുകളിൽ അത് മന്ദഗതിയിലേക്ക് കടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് പോളിംഗ് ബൂത്തുകൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അവിടെ കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഇത്തരത്തിൽ സുഗമമായ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യത്തിൽ പല ഭാഗങ്ങളിലായി നമുക്ക് ഇത്തരത്തിൽ ഒരു അനിഷ്ടമായ സംഭവമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുണ്ടായിട്ടുള്ള തകരാറുകൾ സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി 4 പോളിംഗ് ബൂത്തുകളിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ചാക്കയിൽ കൂടി, അതായത് 5ാമത്തെ പോളിംഗ് സെന്ററിൽ കൂടി ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വോട്ടിംഗ് മെഷീനിലെ അപാകതകൾ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് രാവിലെ കോവളം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയം, ഈ 2 പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടായ ഒരു പരാതി എന്ന് പറയുന്നത് അവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ പക്ഷേ തെളിയുന്ന ചിഹ്നം എന്ന് പറയുന്നത് BJPയുടെ താമര ചിഹ്നമാണ് തെളിയുന്നത് എന്നൊരു പരാതിയായിരുന്നു ഉയർന്നു വന്നിരുന്നത്. ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് പോൾ നടത്തുകയും ചെയ്തു. പക്ഷേ ടെസ്റ്റ് പോളിൽ അത്തരത്തിൽ ഒരു അസ്വാഭാവികതയോ എന്തെങ്കിലും തകരാറോ വോട്ടിംഗ് മെഷീനിൽ കാണാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ടെസ്റ്റ് പോൾ ചെയ്യുന്ന സമയത്ത് ആരാണോ ഈ ചാലഞ്ച് ഉയർത്തിയിട്ടുള്ളത് അവർ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്. അതിൽ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ടെസ്റ്റ് പോൾ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുന്നത് തന്നെയാണ് ഈ ഫോം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചിലയിടത്ത് വോട്ടിംഗ് മെഷീനിൽ ചെറിയതായ തകരാറുകൾ വന്നതിനെ തുടർന്ന് വോട്ടിംഗ് താമസിച്ച് തുടങ്ങിയ കേന്ദ്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചിലയിടത്ത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. ഈ രീതിയിൽ പല ഭാഗങ്ങളിലായി വോട്ടിംഗ് മെഷീനിലെ തകരാർ ചെറിയ തോതിൽ വോട്ടർമാർക്കിടയിൽ തന്നെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് LDF മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ടിക്കാറാം മീണ, അതോടൊപ്പം തന്നെ ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ K. വാസുകി എന്നിവർക്ക് ഇതിനോടകം തന്നെ പരാതിയും നൽകി.